മൂർത്തി എണീറ്റ് ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. വളരെ ഗൗരവമുള്ള വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് മുഖഭാവം കണ്ട് ലക്ഷ്മി മനസ്സിലാക്കി. ആര്? റിസീവർക്ക് അടലിൽ വെക്കുന്ന മൂർത്തിയോട് ലക്ഷ്മി ചോദിച്ചു. ബോംബെയിൽ നിന്ന് രാമവർമ്മയുടെ സുഹൃത്താണ്. വർമ്മ ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണെന്ന്. എന്റെ ഈശ്വര! പേടിക്കൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞത്. ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മൂർത്തി പറഞ്ഞു. മൂർത്തിക്കും ഭാര്യയ്ക്കും ആകെയുള്ള ബന്ധുവാണ് രാമവർമ്മ, ലക്ഷ്മിയുടെ സഹോദരൻ. ബോംബെയിൽ ഒരു കമ്പനിയിലാണ്. നാളെ രാത്രിയിൽ ട്രെയിനിന് പുറപ്പെടാം, മൂർത്തി പറഞ്ഞു. രാവിലെ പൊയ്ക്കൂടെ? നാളെ ഒരു ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഡോക്ടർ സാംസൺ സ്ഥലം മാറിപ്പോയതിനു പകരം ആരും വന്നിട്ടില്ല. ഡോക്ടർ ആൽബർട്ടാണ് വരുന്നതെന്ന് പറയുന്നത് കേട്ടു. രവിവർമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്ന് സുഹൃത്ത് പറഞ്ഞില്ല. ആക്സിഡന്റിൽപ്പെട്ട് സീരിയസ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മൂർത്തിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. രാവിലെ തന്നെ ഹോസ്പിറ്റലിലെ ഒരു ജോലിക്കാരനെ പറഞ്ഞുവിട്ട് രാത്രി വണ്ടിക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് റിസർവ് ചെയ്യിച്ചു. സൈമൺ ചൂളക്കാടൻ കൊടുങ്കാറ്റ് പോലെ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് ബൈക്കുമായി പാഞ്ഞു വന്നു. ധൃതിയിൽ ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങുന്ന സൈമനെ കണ്ട് കറിയച്ചൻ അമ്പരന്നു. എന്താടാ? ഒന്നുമില്ല, ഡാഡി ഇങ്ങ് വന്നേ. കറിയാച്ചൻ സൈമന്റെ പിന്നാലെ മുറിയിലേക്ക് ചെന്നു. എന്താ? ഡാഡി, പറ്റിയ അവസരം വന്നിട്ടുണ്ട്. ഡോക്ടർ മൂർത്തി രാത്രി വണ്ടിക്ക് ബോംബെക്ക് പോകുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഈ അവസരം നമുക്ക് ഉപയോഗിക്കണം. ഡാഡി, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ 2 ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ലാസ്രം വില്യംസും പോട്ടെ. എടാ, നീ എന്റെ മോൻ തന്നെയാ, ചിരിച്ചുകൊണ്ട് കറിയാച്ചൻ മകന്റെ തോളത്തു തട്ടി. അപ്പൊ തന്നെ സൈമൺ വില്യംസിനെയും ലാസറിനെയും വിളിച്ചു വരുത്തി സംഭവം വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, അപകട മരണമായിട്ടേ തോന്നാവൂ. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോരെ. ശരി കൊച്ചു മുതലാളി. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ മൂർത്തി തന്റെ സീറ്റിൽ പുറത്ത് പാഞ്ഞകലുന്ന വിളക്കുകൾ നോക്കിയിരുന്നു. വണ്ടി ഒരു തേരട്ടയെ പോലെ പാഞ്ഞുകൊണ്ടിരുന്നു. ഉറക്കം വരാത്തതുകൊണ്ട് മൂർത്തി എണീറ്റ് വാതിൽക്കൽ വന്നു നിന്നു. ഇരുട്ടിന്റെ ഗഹൂരത്തിലൂടെ കൂറ്റൻ രാക്ഷസനെ പോലെ ട്രെയിൻ കുതിച്ചു പാഞ്ഞു. മൂർത്തിയുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ലാസറും വില്യംസും പെട്ടെന്ന് ചില പദ്ധതികൾക്ക് രൂപം കൊടുത്തു. പുറത്തേക്ക് നോക്കി നിന്നിരുന്ന ഡോക്ടർ മൂർത്തിയെ പിന്നിൽ നിന്നും ആരോ ഊക്കോടെ തള്ളി. എടുത്തെറിഞ്ഞ പോലെ മൂർത്തി ഇരുളിലേക്ക് തെറിച്ചു. ചോര മരവിപ്പിക്കുന്ന ഒരു ആർത്തനാദം ഉയർന്നു. ഇതൊന്നും അറിയാതെ അപ്പോഴും വണ്ടി കുതുക്കിയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ ഒരു ഫോട്ടോയും വാർത്തയും വന്നു. റെയിൽവേ ട്രാക്കിൽ ചതഞ്ഞെറിഞ്ഞ ഒരു ശവം. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃതമായി പോയിരുന്നു. അതിന് ഒരു ഫർലോങ് അകലെ വെച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസും പേഴ്സും ട്രാക്കിൽ കിടക്കുന്നത് ഏതോ ഒരു ഗാർഡിയന്റെ കയ്യിൽപ്പെട്ടു. മരിച്ച മനുഷ്യന്റേതാണെന്ന് അത് പോലീസ് കണക്കുകൂട്ടി. അങ്ങനെയാണ് ആ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നത്. അത് ഡോക്ടർ മൂർത്തിയുടെ ഫോട്ടോയായിരുന്നു. അത് കണ്ട് കറിയ ചൂളക്കാരൻ ആഹ്ലാദത്തോടെ മകനെ കെട്ടിപ്പിടിച്ചു. ലാസറിനും വില്യംസിനും പ്രത്യേകം പാരിതോഷികങ്ങൾ നൽകി. വാർത്തയറിഞ്ഞ് മൂർത്തിയുടെ ഭാര്യ ലക്ഷ്മി പിന്നോട്ട് മറിഞ്ഞു. ഒരു ഹാർട്ട് പേഷ്യന്റായ അവർക്ക് ഭർത്താവിന്റെ മരണം താങ്ങാനായില്ല. ദിവസങ്ങൾ പിന്നെയും ഇഴഞ്ഞു. ഡോക്ടർ റോബർട്ട് ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തു. പിറ്റേന്ന് വൈകുന്നേരം DSP തിലകന്റെ കൂടെ റോബർട്ട് കറിയ ചൂളക്കാടന്റെ ബംഗ്ലാവിലെത്തി. ഇത് ഡോക്ടർ റോബർട്ട്, പുതിയതായി വന്നതാണ്. എന്റെ ഒരു പഴയ ഫ്രണ്ടാണ്. തിലകൻ റോബർട്ടിനെ പരിചയപ്പെടുത്തി. ഇരിക്ക്, കറിയാച്ചൻ പറഞ്ഞു. സൈമൺ എവിടെ? തിലകൻ ചോദിച്ചു. പുറത്ത് എങ്ങോ പോയതാണ്. തന്റെ കെയർ ഓഫിൽ നല്ല പെങ്കുച്ചങ്ങൾ വല്ലതും ഉണ്ടോ? റോബർട്ടിന് വേണ്ടിയാ. ഒന്ന് പെണ്ണ് കിട്ടിയാൽ കൊള്ളാമെന്ന ഡോക്ടർക്കൊരു പൂതി. റോബർട്ടിനെ നോക്കി ചിരിച്ചുകൊണ്ട് തിലകൻ പറഞ്ഞു. അപ്പോ ഡോക്ടർ കല്യാണം കഴിച്ചതല്ലേ? കറിയാച്ചൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഒത്തു വരണ്ടേ അങ്കിൾ? ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ സൈമന്റെ ബൈക്ക് പോർച്ചിൽ വന്നു നിന്നു. സൈമണിനെ തിലകൻ ആൽബർട്ടിന് പരിചയപ്പെടുത്തി. എടോ, മൂർത്തി മരിച്ചതറിഞ്ഞു. അതിന് പിന്നിൽ തന്റെ കൈ വല്ലതും ഉണ്ടോ? തിലകൻ ഒരു സിഗരറ്റ് കത്തിച്ചു. എന്റെ സാറേ, എനിക്കൊരു മനസ്സറിവുമില്ല. എല്ലാം അങ്ങേരുടെ കൃപ. കറിയാച്ചൻ മുകളിലേക്ക് കൈ ഉയർത്തി. ഉവ് തന്നെ എനിക്ക് അറിഞ്ഞൂടെ? അത് പോട്ടെ, താനിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. തിലകൻ എണീറ്റ് കറിയാച്ചനെ മാറ്റി നിർത്തി. നമ്മുടെ ലിസിമോളെ ആൽബർട്ടിന് വേണ്ടി ആലോചിച്ചാലോ? രഹസ്യമായി തിലകൻ ചോദിച്ചു. സത്യം പറഞ്ഞ ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. മോളെവിടെ? അവളെ മമ്മിയുടെ കൂടെ പള്ളി പോയതാ. ഇന്ന് ആരാധനയുണ്ട്. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്ക്.
ഡോക്ടറുടെ വീട്ടുകാർ കാഞ്ഞിരപ്പള്ളിയിലാ, മാന്തോട്ടത്തിൽ. കേട്ടു കാണും, വലിയ കുടുംബക്കാരാ. ആ, ഞങ്ങൾ ഇറങ്ങുന്നു. സൗകര്യം പോലെ ഒരു ദിവസം വരാം. ചെറുക്കന് പെണ്ണിനെ ഒന്ന് കാണണമല്ലോ. ഡോക്ടർ റോബർട്ടും തിലകനും റോബർട്ടിന്റെ കാറിൽ തിരിച്ചുപോയി. നിനക്ക് ആ ഡോക്ടറെ പിടിച്ചോടാ? കറിയാച്ചൻ ചോദിച്ചു. നമുക്ക് ലിസിക്കൊന്ന് ആലോചിച്ചാലോ? അത് നല്ലതാണെന്ന് സൈമണും തോന്നി. ഒരു തെണ്ടി അവളുടെ പുറകെ നടക്കുന്നുണ്ട്. അവൾക്കും അവനെ ഇഷ്ടമാണ്. തങ്ങൾ ജയിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. വേണ്ടി വന്നാ അവനെ തട്ടും. ഇത് നല്ലൊരു ആലോചനയാ. ഒരു ഡോക്ടർ അളിയനാവുന്നത് മോശം കാര്യമൊന്നും അല്ലല്ലോ, സൈമൺ ചിന്തിച്ചു. ലിസിയുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. കോളേജിൽ വെച്ച് ജോബിച്ചനെ കണ്ട് സംസാരിക്കണമെന്നായിരുന്നു അവൾ കരുതിയത്. ഇനി അതും നടക്കില്ല. പിറ്റേന്ന് റോബർട്ടും ബന്ധുക്കളും ലിസിയെ കാണാൻ വന്നു. റോബർട്ടിന് മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി അവന്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു. റോബർട്ടിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ മനസ്സമ്മതവും കല്യാണവും. കറിയാച്ചൻ ബലം പ്രയോഗിച്ചെന്ന വണ്ണമാണ് ലിസിയെ ഒരുക്കി അവർക്ക് മുന്നിലെത്തിച്ചത്. എല്ലാം തീരുമാനിച്ച് വന്നവർ പിരിഞ്ഞു. ഇല്ല, നടക്കില്ല. അയാൾ താലി കെട്ടുന്നത് എന്റെ ശവത്തിലായിരിക്കും, ലിസി അച്ചാമ്മയോട് പറഞ്ഞു. എന്തിനാ മോളെ നീ ഇങ്ങനെ വേണ്ടാതീനം പറയുന്നത്? റോബർട്ടിന് എന്താ കുറവ്? നിന്റെ ജോബിച്ചിനെ കഴിഞ്ഞു യോഗ്യൻ, പോരാത്തതിന് ഡോക്ടർ. ആ ചെറുക്കന് ജോലി ഉണ്ടാവും. അവന്റെ വേണ്ട, ജോബിച്ചിനെ കുറിച്ച് മമ്മി ഒരക്ഷരം പറയരുത്. ജോബിച്ചിന്റെ ഡാഡി ഡിസൂസി അങ്കിളിനെ എന്റെ ഡാഡിയും ഗുണ്ടകളും ചേർന്നല്ലേ കൊന്നത്. അതറിഞ്ഞ് ട്രീസാൻഡി ഭ്രാന്തിയായി. ഇനി ഞാൻ പറയണോ? ഈറ്റപ്പുലിയെ പോലെ ലിസി ചീറി. അച്ചമ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. ജോബിച്ചിന്റെ ഒപ്പം ഒളിച്ചോടാൻ ലിസി തീരുമാനിച്ചു. ബാംഗ്ലൂരുള്ള അങ്കിളിന്റെ അടുത്തെത്തിയാൽ അവർ തങ്ങളെ സഹായിക്കുമെന്ന് ലിസിക്ക് അറിയാമായിരുന്നു. ജോബിച്ചിനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. പക്ഷെ എങ്ങനെ? പുറത്തിറങ്ങാൻ അനുവാദമില്ല. ജോബിച്ചിനെ എങ്ങനെ വിവരമറിയിക്കുമെന്ന് ലിസിക്ക് ഒരു ഊഹവും കിട്ടിയില്ല. ഒടുവിൽ വേലക്കാരിയുടെ കയ്യിൽ കത്ത് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാരും കാണാതെ പ്രിൻസിമോളിൽ കൈ കൊടുക്കണം. അവൾ കത്തുമായി കടപ്പുറത്തേക്ക് പോയി. സ്കൂൾ വിട്ടുവരുന്ന സമയമായിരുന്നതുകൊണ്ട് പ്രിൻസിയെ കണ്ട് കത്ത് കൊടുത്തു. പ്രിൻസി ജോബ് വന്നയുടനെ ആരും കാണാതെ കത്തെടുത്തു കൊടുത്തു. അവൻ അത് തുറന്നു വായിച്ചു. നാളെ ഉച്ചയ്ക്ക് ബംഗ്ലാവിൽ വരിക, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ലിസി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ബംഗ്ലാവിലെത്തിയ ജോബ് അച്ചാമ്മ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ട് ഇറങ്ങി ഓടി. അത് കണ്ടുകൊണ്ടാണ് സൈമണും ലിസിയും വന്നത്. തെളിവുകൾ ജോബിനെതിരായിരുന്നു. DSP തിലകൻ ജോബിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു. ലിസി കോടതിയിൽ അവനെതിരായി മൊഴി കൊടുത്തു. ചൂളക്കാടൻ പണം വാരി എറിഞ്ഞു. കോടതി ജോബിന് ജാമ്യം പോലും അനുവദിച്ചില്ല. ഒടുവിൽ കോടതി ജോബിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഡാഡിയുടെ ഇഷ്ടപ്രകാരം ലിസി ഡോക്ടർ റോബർട്ടിനെ വിവാഹം കഴിക്കാൻ സമ്മതം മൂളി. സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന വഴി പ്രിൻസിയെ സൈമണും ഗുണ്ടകളും തട്ടിക്കൊണ്ടുപോയി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് ബലാത്സംഗം ചെയ്തു കൊന്നു. തിലകനും റോബർട്ടും അതിൽ പങ്കുചേർന്നു. ശവശരീരം റെയിൽപാളത്തിൽ വെച്ചു. വിവരമറിഞ്ഞ ജോബ് നെഞ്ചുപൊട്ടിക്കരഞ്ഞു. മെന്റൽ ഹോസ്പിറ്റലായിരുന്ന ട്രീസമ്മ മരിച്ചു. ശവശരീരം എസ്തപ്പാനും ബെഞ്ചമിനും അച്ഛനും കൂടി ഏറ്റുവാങ്ങി കടപ്പുറം പള്ളിയിൽ സംസ്കരിച്ചു. റോബർട്ടിന്റെയും ലിസിയുടെയും വിവാഹം വളരെ ആർഭാടപൂർവ്വം കറിയാച്ചൻ നടത്തി. ജയിലിൽ കിടന്ന ജോബ് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ലിസിയും തന്നെ അവിശ്വസിക്കുന്നു എന്നതിലായിരുന്നു അവന്റെ ഏറ്റവും വലിയ ദുഃഖം. എല്ലാം തന്റെ വിധിയാണെന്ന് ആശ്വസിക്കാനാണ് അവൻ ശ്രമിച്ചത്. റോബർട്ടിനും ലിസിക്കും കറിയാച്ചൻ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു 2 നില വീട് പണി കഴിപ്പിച്ചു കൊടുത്തു. നല്ലൊരു മുഹൂർത്തം നോക്കി അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. എടാ സൈമ, ഇന്നലെ ബോംബെയിൽ നിന്ന് മസ്താൻ അലി നിന്നെ വിളിച്ചിരുന്നു. തിരക്കിനിടയിൽ ഞാൻ പറയാൻ വിട്ടു. എന്താണ് നീ അയാളുമായിട്ടുള്ള ഇടപാട്? അത് സൈമൺ ഒന്ന് പരിങ്ങി. ഒന്നുമില്ല ഡാഡി, ചില ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാ. അതും പറഞ്ഞ് അവൻ തന്റെ മുറിയിലെത്തി. എന്നിട്ട് മസ്താൻ അലിയുടെ ബോംബെയിലെ നമ്പർ കറക്കി. മസ്താൻ അലിയെ തന്നെ സൈമൺ ചൂളക്കാടന് ലൈനിൽ കിട്ടി. മസ്താൻജി, ഇത് ഞാനാണ്, സൈമൺ. അതെ, വീട്ടിൽ നിന്നാ? അറിഞ്ഞു, ഡാഡി പറഞ്ഞു. എന്റെ മസ്താൻജി, ഇവിടെ കുഴഞ്ഞു മറിഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാ. ഇത്തവണ ക്ഷമിക്കണം. ബാക്കി പണം ഉടനെ എത്തിച്ചു തരാം. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, ഓക്കെ. ഒരു ദീർഘനിശ്വാസത്തോടെ സൈമൺ റിസീവർ താഴെ വെച്ചു. ഊഹ്, ഒരു പൊല്ലാപ്പ് തൽക്കാലം ഒഴിവായി. ഡാഡി അറിയാതെയുള്ള ബിസിനസ്സാണ്. കാസിം ഷായാണ് മസ്താൻ അലിയെ ബന്ധപ്പെടുത്തി തന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ബ്രൗൺ ഷുഗർ പാക്കറ്റുകൾ കോളേജ് ക്യാമ്പസിൽ വിതരണം ചെയ്യുക.
കിട്ടുന്നതിന്റെ കാൽഭാഗം തനിക്ക്. ആഴ്ചയിൽ കാസിം ഷാ സാധനം എത്തിച്ചു തരും. പണം ഷായെ ഏൽപ്പിച്ചാ മതി. 3-4 മാസമായിട്ട് കച്ചവടം ശരിക്കും നടക്കുന്നില്ല. വീട്ടിലും കോളേജിലും ഉണ്ടായ പ്രശ്നങ്ങളാണ് എല്ലാത്തിനും കാരണം. ഇനി ഏതായാലും പഴയ പോലെ ബിസിനസ് നടത്താം. ഉടൻ തന്നെ കാസിം ഷായെ കാണണം, സൈമൺ തീർച്ചപ്പെടുത്തി. അപ്പോൾ തന്നെ സൈമൺ കാസിം ഷായെ ഫോണിൽ വിളിച്ചു. രാവിലെ 10 മണിക്ക് കോളേജ് ഗേറ്റിൽ എത്തണമെന്ന് പറഞ്ഞ് ലൈൻ ഡിസ്കണക്ട് ചെയ്തു. DSP തിലകൻ സ്വന്തം ആളായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, സൈമൺ ചൂളക്കാടൻ ആശ്വസിച്ചു. ഡോക്ടർ പ്രമോദ് മർച്ചന്റെ കേബിനിലേക്ക് 6 അടിയിൽ അധികം ഉയരമുള്ള ഒരാൾ കടന്നു ചെന്നു. മുട്ടറ്റം എത്തുന്ന ജുബയും ഇറുകിക്കിടക്കുന്ന പൈജാമയുമായിരുന്നു വേഷം. ചുണ്ടിൽ എരിയുന്ന ഫോറിൻ സിഗരറ്റ്. ആഗതനെ കണ്ട് ഡോക്ടർ പ്രമോദ് എണീറ്റു. ഇരിക്കൂ ഡോക്ടർ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞ് അയാൾ അടുത്തു കണ്ട കസേരയിലിരുന്നു. മൂർത്തിക്ക് എങ്ങനെയുണ്ട്? നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. നിങ്ങൾക്ക് ഞാനൊരു പാരിതോഷികം തരും. വേണ്ട സർ, ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. നോ നോ നോ, മൈ കോംപ്ലിമെന്റ്. താങ്കൾ അത് സ്വീകരിക്കണം. അയാൾ ജുബയുടെ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് നോട്ട് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. തരട്ടെ ഡോക്ടർ. അയാൾ എണീറ്റ് മൂർത്തി കിടക്കുന്ന സ്പെഷ്യൽ റൂമിലേക്ക് ചെന്നു. അയാളുടെ അംഗരക്ഷകർ 2 പേരായിരുന്നു മൂർത്തിയുടെ അടുത്ത് നിന്നിരുന്നത്. മൂർത്തി, അയാൾ വിളിച്ചു. മൂർത്തി കണ്ണു തുറന്നു. മുമ്പിൽ അജാനുബാഹുവായ അപരിചിതൻ. താങ്കൾ? വേദന നിറഞ്ഞ മുഖത്തോടെ മൂർത്തി തിരക്കി. താങ്കളുടെ ബ്രദറിനോ രാമവർമ്മയുടെ സുഹൃത്ത്, ഇപ്പോ താങ്കളുടെയും സുഹൃത്ത്. ശരീരം അനക്കരുത്. 2 നാൾ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. വരട്ടെ. കനത്ത കാലടികളോടെ അയാൾ മാറഞ്ഞു. ആരാണത്? നിങ്ങളെ രക്ഷിച്ച മനുഷ്യൻ, അംഗരക്ഷകൻ പറഞ്ഞു. ആരാണ്? പറയൂ പ്ലീസ്. മൂർത്തി ഒച്ച വെച്ചു. ബോസിന് അത് ഇഷ്ടമല്ല. സമയം വരുമ്പോ ബോസ് തന്നെ അത് പറയും, ഒരുത്തൻ പറഞ്ഞു. മൂർത്തി പിന്നെ ഒന്നും പറഞ്ഞില്ല. ആരാണ് മനുഷ്യൻ ഈ ബോംബെ നഗരത്തിൽ തന്നെ രക്ഷിക്കാൻ? രാമവർമ്മയുടെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്? രാമന് എങ്ങനെയുണ്ടാവൂ? ചോദിക്കാൻ മറന്നു. ട്രെയിനിൽ നിന്ന് ആരാണ് തന്നെ തള്ളിയിട്ടത്? എങ്ങനെയാണ് താൻ ഇവിടെ എത്തിയത്? മൂർത്തിക്ക് ഒന്നും മനസ്സിലായില്ല. മനസ്സ് ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് കൈവിട്ട് പാഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ താൻ കണ്ടിരുന്നു. ലാസറും വില്യംസും ചൂളക്കാടന്റെ ഗുണ്ടകൾ. അതെ, അവരാണ് തന്നെ തള്ളിയിട്ടത്. പിന്നിൽ ചൂളക്കാളമാർ. ഇല്ല, താൻ ജീവിച്ചിരിക്കുന്നത് പ്രതികാരത്തിനാണ്. കാല് മാത്രമേ പോയിട്ടുള്ളൂ. മനസ്സിപ്പോഴും കരിങ്കല്ലാണ്. മൂർത്തി പല്ല് കടിച്ചു. 2 ദിവസം കഴിഞ്ഞ് മൂർത്തിയെ അജ്ഞാത മനുഷ്യന്റെ അനുയായികൾ വാനിൽ കയറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി. അവിടെ അയാൾ കാത്തു നിന്നിരുന്നു. കൈലാസനാഥ ചെട്ടിയാർ, ബോംബെ അധോലോകത്തിലെ ഒരു കണ്ണി, രാമവർമ്മയുടെ ബോസ്. സി മിസ്റ്റർ മൂർത്തി, ഞാൻ കൈലാസനാഥ ചെട്ടിയാർ, രാമവർമ്മയുടെ ബോസ്. ഈ ഫ്ലാറ്റ് രാമവർമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. ഇനി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോ രാമവർമ്മ? അവൻ ഇനി വരില്ല. ഹീസ് നോ മോർ. അത് കേട്ട് ധരിച്ചിരിക്കാനേ മൂർത്തിക്ക് കഴിഞ്ഞുള്ളൂ. ടാക്സിയിൽ ഒരു യുവതി വന്നിറങ്ങി. എറിയൽ 17 വയസ്സ് പ്രായം. അങ്കിൾ, അവൾ കൈലാസനാഥനെ വിളിച്ചു. ഹായ് ഖാജൽ, ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. ഇതാരാ അങ്കിൾ? മൂർത്തിയെ നോക്കി അവൾ ചോദിച്ചു. ഇതൊരു അങ്കിൾ, മോളെ ഡാഡിയുടെ ബ്രദറിനല്ലോ. ഈ അങ്കിളിനെ പരിചയപ്പെടുത്താനാണ് മോളോട് വരാൻ പറഞ്ഞത്. ഈ കുട്ടി ഏതാണ്? മൂർത്തി തിരക്കി. ഇത് രാമവർമ്മയുടെ ഏക മകൾ. എന്ത്? വർമ്മ വിവാഹം കഴിച്ചിരുന്നു? മൂർത്തി അത്ഭുതപ്പെട്ടു. അതെ, രഹസ്യമാക്കി വെച്ചിരുന്നു. നിങ്ങൾ ആരെയും അറിയിച്ചില്ല. ഇവിടെ നിശാ ക്ലബിൽ വെച്ചാണ് ബീഗം റഷീദയെ വർമ്മ പരിചയപ്പെട്ടത്. അത് വിവാഹത്തിൽ കലാശിച്ചു. ഏക മകൾ ഖാജൽ. കൈലാസനാഥ് ഒരു സിഗരറ്റ് കത്തിച്ച് തടിച്ച ചുണ്ടുകൾക്കിടയിൽ തിരുകി. എനിക്ക് വേണ്ടി പോയതാണ് വർമ്മ, പക്ഷേ തിരിച്ചു വന്നില്ല. എങ്ങനെയായിരുന്നു അപകടം? അപകടമോ? ഒനോ, കൊന്നതാണ് അവന്റെ ആളുകൾ. അത് കേട്ട് മൂർത്തി ഞെട്ടിപ്പോയി. കൊന്നുവെന്നോ? അതെ മൂർത്തി, നിങ്ങൾക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു വർമ്മയ്ക്ക്. ഹി വാസ് എ കാരിയർ. മൈ ഗോഡ്, മൂർത്തി അറിയാതെ വിളിച്ചുപോയി. ആരാണ് വർമ്മയെ കൊന്നത്? മസ്താൻ അലിയും സംഘവും. രവീന്ദ്ര ജെയിന് വേണ്ടി അവർ വർമ്മയെ കൊന്നു. താൻ അറിയാത്ത ഒരുപാട് കഥകളുണ്ടെന്ന് മൂർത്തിക്ക് മനസ്സിലായി. ഒരാഴ്ച മുമ്പത്തെ ഒരു പത്രം കൈലാസനാഥ് മൂർത്തിയെ കാണിച്ചു. അതിൽ അധോലോക മത്സരങ്ങളുടെ കഥയുണ്ടായിരുന്നു. നടു റോഡിൽ വർമ്മയും ഭാര്യയും വെടിയേറ്റു വീണതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. വർമ്മ എന്റെ ആളായിരുന്നു, അതുകൊണ്ടാണ് അവർ കൊന്നത്. മറ്റൊരു അധോലോക രാജാവിന്റെ മുമ്പിലാണ് താനെന്ന് മൂർത്തിക്ക് മനസ്സിലായി.
കൈലാസനാഥ ചെട്ടിയാർ. ആരിലും നടുക്കമുയർത്തുന്ന നാമം. താൻ കണ്ട ചില പത്രങ്ങളിൽ ആ പേര് വായിച്ചിട്ടുള്ളതായി മൂർത്തി ഓർമ്മിച്ചു. കൈലാസനാഥൻ ചില മലയാള പത്രങ്ങൾ മൂർത്തിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ മരിച്ചുപോയ ആളാണ്. പേപ്പറിൽ തന്റെ ചിത്രവും വാർത്തയും കണ്ട് മൂർത്തി മിഴിച്ചിരുന്നു പോയി. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ പാസ്പോർട്ടിലെ ഫോട്ടോ ആണല്ലോ ഇത്. ഞങ്ങൾ താങ്കളെ കണ്ടെത്തിയത് മുതൽ പറഞ്ഞാലേ അതിന് ഉത്തരമാവുകയുള്ളൂ. ചെട്ടിയാർ തുടർന്നു. താങ്കളെക്കുറിച്ച് രാമവർമ്മ എല്ലാം പറഞ്ഞിരുന്നു. താങ്കളുടെ ഫോട്ടോ വരെ ഞങ്ങളെ കാണിച്ചിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൂർത്തിയെ അറിയിക്കണമെന്നു. നടു റോഡിൽ വർമ്മ മരിച്ചു വീണപ്പോ ഞങ്ങൾ താങ്കൾക്ക് ഫോൺ ചെയ്തു. താങ്കൾ വരുന്ന വഴി ട്രെയിനിൽ നിന്നും ആരോ തള്ളി താഴെ ഇട്ടു. ആ ട്രെയിനിൽ വർമ്മയുടെ വലങ്കയായിരുന്ന കമൽദേവ് ഉണ്ടായിരുന്നു. മൂർത്തിയുടെ ഫോട്ടോ കണ്ടിട്ടുള്ള ആളെ മനസ്സിലായി. ചങ്ങല വലിച്ച് വണ്ടി നിർത്തി. കാലുകളറ്റ് ബോധം പറഞ്ഞിരുന്ന താങ്കളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവൻ എന്നെ വിവരം അറിയിച്ചു. താങ്കളുടെ പേഴ്സും പാസ്പോർട്ടും റെയിൽവേ ട്രാക്കിൽ വീണ് കിടന്നു. പാളത്തിൽ ആത്മഹത്യ ചെയ്ത ആരുടെ ആയിരിക്കും അതെന്ന് പോലീസ് കരുതി. അതിനുത്തരമായി വികൃതമായ അജ്ഞാത ശവവും അവർ കണ്ടെത്തി. പിന്നെ അവർക്കും സംശയമില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. ചെട്ടിയാർ നിർത്തി. മൂർത്തി തരിച്ചിരുന്നു. അപ്പോൾ താൻ മരിച്ച മനുഷ്യനാണ് തന്റെ ലക്ഷ്മി. അവൾ ഓർമ്മകൾ ഡോക്ടർ മൂർത്തിയെ വേട്ടയാടാൻ തുടങ്ങി. വർഷങ്ങളായി കൈലാസനാഥ ചെട്ടിയാരും രവീന്ദ്ര ജെയിനും തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അധോലോക കുടിപ്പകയുടെ കഥകൾ ചെട്ടിയാർ മൂർത്തിയുടെ മുമ്പിൽ നിരത്തി. ഒടുവിൽ ഇത്രയും കൂട്ടിച്ചേർത്തു. രാമവർമ്മ എന്റെ വിശ്വസ്തനായിരുന്നു. അയാളുടെ ബന്ധുവാണ് നിങ്ങൾ. നിങ്ങൾ എനിക്ക് വർമ്മയെ പോലെയാണ്. വർമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഫ്ലാറ്റിൽ നിങ്ങൾക്ക് താമസിക്കാം. കൂട്ടിന് എന്റെ ആളുകളുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇവളും, കാജൽ, വർമ്മയുടെ മകൾ. അത് പറഞ്ഞ് ചെട്ടിയാർ തന്റെ ഏറ്റവും പുതിയ കോണ്ടസയിൽ കയറി. അത് നിരത്തിലൂടെ ഒഴുകി നീങ്ങി. നാർക്കോട്ടിക് സൂപ്രണ്ട് ടോണി മാത്യുവിന്റെ ബംഗ്ലാവ്. രാവിലത്തെ ജോഗിങ് കഴിഞ്ഞ് പതിവ് ചായ മുത്തിക്കുടിക്കുമ്പോഴാണ് ഫോൺ കരഞ്ഞത്. ലീന, ആരാന്ന് നോക്ക്, ഭാര്യയെ വിളിച്ചു പറഞ്ഞു. ലീന ഫോൺ അറ്റൻഡ് ചെയ്തു. DIG സാറാ, മൗത്ത് പീസ് പൊത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ടോണി ചെന്ന് റിസീവർ വാങ്ങി. ഹലോ, ടോണി മാത്യു. ടോണി, താൻ അത്യാവശ്യമായി എന്റെ ഓഫീസിലെത്തണം. കം ഫാസ്റ്റ്. സർ. എന്തായിരിക്കും അർജന്റായി എത്തണമെന്ന് പറഞ്ഞത്? ടോണി പെട്ടെന്ന് തന്നെ യൂണിഫോം ധരിച്ച് റെഡിയായി. ചായ മുഴുവനും കുടിക്കാതെ പോവാണോ? എന്താ അർജന്റ്? വന്നിട്ട് പറയാൻ ലീനെ. ആര് വിളിച്ചാലും ഓഫീസിൽ പോയെന്ന് പറഞ്ഞേക്ക്. ടോണി തന്റെ മാരുതി ജിപ്സിയിൽ കയറി. അതിന്റെ ചക്രങ്ങൾ റോഡിന്റെ മാറു പിളർന്നു. ടോണി DIG സേതുമാധവന്റെ ഓഫീസിലെത്തുമ്പോൾ അദ്ദേഹം ടോണിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്താ സർ, അത്യാവശ്യമായി? ടോണി ഇരിക്ക്. ഈയിടെയായി നഗരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതലും ബ്രൗൺ ഷുഗറാണ്. കോളേജുകളിലും പാർക്കുകളിലും തകൃതിയായ വിൽപ്പന നടക്കുന്നുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ സോഴ്സ് താങ്കൾ കണ്ടെത്തണം. 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടണം. സർ, ഐ വിൽ ഡു ഇറ്റ്. നൗ യു മേ ഗോ. സർ. ടോണി അറ്റൻഷനായി. എന്നിട്ട് പിന്തിരിഞ്ഞ് നടന്നു ചെന്ന് മാരുതി ജിപ്സിയിൽ കയറി. ബ്രൗൺ ഷുഗർ വ്യാപാരത്തെക്കുറിച്ച് തനിക്കും ചില ഹിന്റുകൾ ലഭിച്ചിരുന്നതാണ്. പക്ഷേ തെരുവിൽ ചെറിയ പൊതി വിൽക്കുന്നവനെ പിടിച്ചിട്ട് കാര്യമില്ല. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പൻ തിമിംഗലങ്ങളെയാണ് പിടികൂടേണ്ടത്. എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് ഒരു ഊഹവും ടോണി മാത്യുവിന് ലഭിച്ചില്ല. പെട്ടെന്നാണ് ഒരു കോളേജിന്റെ കാര്യം ഓർമ്മ വന്നത്. 1 മാസം മുമ്പ് ആ കോളേജിലെ 2 പെൺകുട്ടികളെ കടൽ തീരത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു. പരിശോധനയിൽ അമിതമായ മയക്കുമരുന്ന് കഴിച്ചിരുന്നുവെന്ന് മനസ്സിലായി. ആ കോളേജ് നിരീക്ഷണത്തിലാക്കണം. എവിടെ നിന്നാണ് സാധനങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നതെന്ന് അറിയണമല്ലോ. ആരാണ് ക്യാരിയർ എന്നും. ചില തീരുമാനങ്ങളോടെ ടോണി മാത്യു ജീപ്പ് പറപ്പിച്ചു. 1-2 കോൺസ്റ്റബിൾമാരെ കോളേജ് പരിസരത്ത് മഫ്റ്റിയിൽ നിർത്താൻ ടോണി മാത്യു തീരുമാനിച്ചു. പുറമെ നിന്ന് ആരൊക്കെയോ കോളേജിൽ വരുന്നു. ആരുമായി ബന്ധപ്പെടുന്നുവെന്ന് നിരീക്ഷിക്കാൻ. കറിയ ചോലക്കാടൻ നഗരത്തിൽ പണിത പുതിയ തിയേറ്ററിന്റെ ഉദ്ഘാടനമായിരുന്നുവെന്ന്. DSP തിലകൻ, മറ്റു ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾ, നഗരത്തിലെ വൻകിട ബിസിനസ് തോക്കുകൾ എല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. DSP തിലകൻ ഒരു അജാനുബാഹുവിനെ കറിയാച്ചന് പരിചയപ്പെടുത്തി. ഇത് വെട്ടിക്കൽ മാണിച്ചൻ. കേട്ടുകാണും, വെട്ടിക്കൽ വൈൻസ്. അത് അദ്ദേഹത്തിന്റെയാണ്. ഓ, അറിയാം. കറിയാച്ചൻ മാണിച്ചന്റെ കൈ പിടിച്ചു കുലുക്കി. നഗരത്തിലെ പേര് കേട്ട മദ്യഷാപ്പാണ് വെട്ടിക്കൽ വൈൻസ്. അക്കാര്യം കറിയാച്ചൻ അറിയാം. അബ്കാരി ബിസിനസ് കൂടി തുടങ്ങിയാൽ കൊള്ളാമെന്ന് കറിയാച്ചന് ചെറിയൊരു പ്ലാൻ ഇല്ലാതില്ല. ഏതായാലും മാണിച്ചനെ പരിചയപ്പെടുന്നത് നല്ലതാണെന്ന് കറിയാച്ചന് മനസ്സ് മന്ത്രിച്ചു. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം.
മാണിച്ചൻ കറിയാച്ചനെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് മാറ്റി നിർത്തി. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് കറിയാച്ചനെ പരിചയപ്പെട്ടത്. എല്ലാം തിലകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആമുഖമെന്നോണം മാണിച്ചൻ പറഞ്ഞു. എന്താ കാര്യം? ആകാംക്ഷയോടെ കറിയാച്ചൻ മാണിച്ചന്റെ മുഖത്തേക്ക് നോക്കി. ജുബയുടെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കറിയാച്ചന് കൊടുത്തു. മറ്റൊന്ന് സ്വന്തം അതരങ്ങൾക്കിടയിൽ തിരുകി. തന്റെ മകനെ എനിക്ക് വേണം, എന്റെ മോളുടെ ഭർത്താവായിട്ട്. അത്രേ ഉള്ളൂ. കറിയാച്ചൻ പൊട്ടിച്ചിരിച്ചു. എനിക്കൊരു വിരോധവുമില്ല. ഇരുവരും പിരിയുമ്പോൾ ഒരു ധാരണയിലെത്തിയിരുന്നു. ഞായറാഴ്ച ചെറുക്കനും കൂട്ടനും പെണ്ണു കാണാൻ മാണിച്ചന്റെ ബംഗ്ലാവിലേക്ക് ചെല്ലുന്നു. രാത്രി ബംഗ്ലാവിൽ തിലകനും ഉണ്ടായിരുന്നു. കറിയാച്ച, മാണിച്ചനുമായി ഈ ബന്ധം എന്തുകൊണ്ട് നല്ലതിനാ? ഈ വരം ആദ്യം അവതരിപ്പിച്ചത് ഞാനാ. ബ്രോക്കർ കാശ് എനിക്ക് തരണം. അതിനെന്താടോ, ഇത് നടക്കട്ടെ. തന്റെ കാര്യം ഞാൻ മറക്കുമോ? അതിരിക്കട്ടെ, സൈമൺ എന്തു പറഞ്ഞു? പോയി പെണ്ണ് കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെടാതെ വരില്ല. പിറ്റേ ഞായറാഴ്ച കറിയാച്ചനും പിന്നെ റോബർട്ടും ലിസിയും വെട്ടിക്കൽ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയി. തിലകൻ നേരത്തെ അവിടെ എത്തിയിരുന്നു. വെളുത്ത സുന്ദരിയായ ലില്ലി അവർക്ക് മുമ്പിൽ ഒരു അപ്സരസിനെ പോലെ വന്നു നിന്നു. വെട്ടിക്കൽ മാണിച്ചന്റെ ഏകപുത്രി ലില്ലി. ഒറ്റ നോട്ടത്തിൽ തന്നെ സൈമണ് പെണ്ണിനെ പിടിച്ചു. ആരെയും കൊതിപ്പിക്കുന്ന മാദക സൗന്ദര്യത്തിനുടമയായിരുന്നു ലില്ലി. നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കല്യാണം. 15-ാം തീയതി മനസ്സമ്മതം. എല്ലാം തീരുമാനിച്ച് അവർ പിരിഞ്ഞു. സ്ത്രീധനം 101 പവനും ഒരു മാരുതി കാറും. വാരിക്കോരി കൊടുക്കാനുണ്ടല്ലോ, പിന്നെന്താ? സൈമൺ ചിന്തിച്ചു. അന്ന് രാത്രി അവൻ ഉറക്കം വന്നില്ല. ഒരു മാലാഖയെ പോലെ സുന്ദരിയാണ് ലില്ലി. തന്റെ ജീവിതത്തിൽ എത്ര പെൺകുട്ടികൾ കടന്നു പോയിരിക്കുന്നു. പക്ഷെ ഇവളുടെ സൗന്ദര്യം വെച്ച് നോക്കുമ്പോ അതൊന്നും ഒന്നുമല്ല. മസ്താൻ അലിയുമായുള്ള ഇടപാട് തീർത്താ പിന്നെ ആ പണിക്ക് പോണില്ല. അങ്കിളിന്റെ കെയർ ഓഫിൽ ഹണിമൂൺ സിംഗപ്പൂരിലാക്കണം. സൈമൺ ചില തീരുമാനങ്ങളിൽ ഉറച്ചു. അന്ന് സൈമന്റെ വിവാഹമായിരുന്നു. കരയടച്ച് കറിയാച്ചൻ കല്യാണത്തിന് വിളിച്ചു. അവസാനത്തെ കല്യാണം മാത്രമല്ല, ഏക മകന്റെ കല്യാണവും. നാട്ടിലെ പ്രമുഖർ മുതൽ പാവപ്പെട്ടവർ വരെ കല്യാണത്തിന് പങ്കെടുത്തു. മേരി മാത മൂവീസിന്റെ ചുമതല കറിയാച്ചൻ സൈമണിനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. വാലാടി മാത്തനും ലാസറും ലോറൻസും ഒക്കെ തിയേറ്ററിന്റെ സൂക്ഷിപ്പുകാരായി. സൈമൺ ഇടയ്ക്കെല്ലാം ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കും, കളക്ഷൻ പിരിക്കും, അത്രമാത്രം. ഇതിനിടെ 2 പ്രാവശ്യം മസ്താൻ അലി ഫോണിൽ വിളിച്ചു. ഒരു പ്രാവശ്യം ലില്ലിയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ആരാ? എടി, നിന്റെ മറ്റവന് കൊടുക്ക്. എവിടുന്നാ വിളിക്കുന്നത്? ശവക്കുഴിയിൽ നിന്നും. ഒരു ബാസ്റ്റാർഡ്. സൈമണാ ഫോൺ. പേടിയോടെ ലില്ലി റിസീവർ സൈമന്റെ കയ്യിലേക്ക് കൊടുത്തു. എടാ ബാസ്റ്റാർഡ്, നിനക്ക് പല അവധി ഞാൻ തന്നു. എന്റെ പണം നീ തിരിച്ചു തന്നില്ല. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. മസ്താൻജി പ്ലീസ്, മറ്റന്നാള് കാസിം ഷായുടെ കയ്യിൽ കൊടുത്തയക്കാം. ഹോട്ടൽ ഷെറാട്ടണിൽ ഞാൻ ഉണ്ടാവും. പ്ലീസ് ബിലീവ് മീ. സൈമൺ റിസീവർ ക്രാഡിലിൽ വെച്ചു. ആരാ അത്? ലില്ലി ചോദിച്ചു. എന്റെ ഒരു സുഹൃത്താ, ബോംബെയിൽ നിന്ന്. അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. അത് വിശ്വസിച്ചെന്ന് തോന്നി. മറ്റന്നാള് കാസിം ഷാ വരും. ലക്ഷങ്ങളാ കൊടുക്കാനുള്ളത്. ഒരു വഴിയും കാണുന്നില്ല. തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഒന്നും ആവില്ല. ഏതായാലും ഡാഡിയുടെ അടുത്തൊരു നമ്പർ ഇറക്കി നോക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കറിയാച്ചൻ കസേരയിൽ മലർന്നു കിടക്കുകയായിരുന്നു. ഡാഡി. സൈമൺ അടുത്തു ചെന്ന് വിളിച്ചു. എന്താടാ? അദ്ദേഹം തലയുയർത്തി മകനെ നോക്കി. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. എത്ര വേണ്ടി വരും? 10 ലക്ഷം. 10 ലക്ഷമോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഡാഡി, നമ്മുടെ തിയേറ്ററിനടുത്തുള്ള ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വിൽക്കാൻ പോകുന്നു. അഡ്വാൻസ് കൊടുക്കാനാ. ബാക്കി ലില്ലിയുടെ ഡാഡി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സൈമൺ ഒരു കള്ളം പറഞ്ഞു. ഞാൻ നോക്കട്ടെ. നാളെ വേണം ഡാഡി, മറ്റന്നാൾ അഡ്വാൻസ് കൊടുക്കണം. ഞാൻ ഇപ്രാവശ്യം ഇവിടുത്തെ റേഞ്ച് പിടിക്കാനിരിക്കുക മാഡിച്ചിന്റെ കൂടെ. തുക മുഴുവനും ഞാൻ കൊടുക്കാമെന്ന് ഏറ്റുപോയി. ഡാഡി ഇനി മദ്യഷാപ്പ് തുടങ്ങാത്ത കുറ്റമേ ഉള്ളൂ. സൈമണ് ദേഷ്യം വന്നു. നീ തൽക്കാലം നിന്റെ അമ്മായപ്പനോട് ചോദിക്ക്, അല്ലെങ്കിൽ ആ സ്വർണത്തിൽ കുറച്ച് വിൽക്ക്. ഡാഡിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ദേഷ്യത്തോടെ സൈമൺ ചവിട്ടി കുലുക്കി ഇറങ്ങിപ്പോയി. നാർക്കോട്ടിക് സൂപ്രണ്ട് ടോണി മാത്യുവിന്റെ പ്രൈവറ്റ് ടെലിഫോൺ ശബ്ദിച്ചു. അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. സർ, ഇത് ഞാനാണ്, അൻവർ. എന്താ അൻവർ? ഒരാള് കോളേജ് ക്യാമ്പസിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ തേടുന്ന കാസിം ഷാ ആണോ എന്ന് സംശയമുണ്ട്. ഞാൻ ഇതാ എത്തി. 10 മിനിറ്റിനുള്ളിൽ ടോണിയുടെ മാരുതി ജിപ്സി കോളേജ് ഗേറ്റിൽ കുതിച്ചെത്തി. അദ്ദേഹം ചാടിയിറങ്ങി. വേഷപ്രച്ഛന്നനായി നിന്ന അൻവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. എവിടെ അവൻ? പുറത്തേക്ക് പോയിട്ടില്ല. ടോണി മാത്യു കോളേജിലേക്ക് നടന്നു. എന്നാൽ കാസിം ഷായുടെ പൊടി പോലും ഇല്ലായിരുന്നു.
അവൻ നമ്മളെ വിഡ്ഢികളാക്കി വിദഗ്ധമായി മുങ്ങി, ടോണി പറഞ്ഞു. ടൗൺ റേഞ്ച് മദ്യഷാപ്പുകൾ വെട്ടിക്കൽ മാണിച്ചൻ ലേലത്തിൽ പിടിച്ചു. ഇത്തവണ മാണിച്ചന്റെ കൂട്ടത്തിൽ വലിയൊരു തുക മുടക്കാൻ കറിയാച്ചനും ഉണ്ടായിരുന്നു. അതിന്റെ ആഘോഷം ഹോട്ടൽ ഷെറാട്ടണിൽ വെച്ച് അറേഞ്ച് ചെയ്തു. എല്ലാവരും കഴിഞ്ഞിട്ടും തിലകനും കറിയാച്ചനും ഹോട്ടലിൽ തന്നെ തങ്ങി. കറിയാച്ച, വീട്ടിൽ പോകണ്ടേ? പോണം, രാവിലെ. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിച്ചു കഴിഞ്ഞില്ലേ? അതല്ലടോ, മറ്റത്. ഓ, അതിപ്പം താൻ പോയി എവിടുന്നേലും കൊണ്ടുപോടോ. പണം എത്രയായാലും പ്രശ്നമല്ല. തിലകന അതത്ര രസിച്ചില്ല. താൻ IPS എടുത്തത് ഇതുപോലുള്ള എംബോക്കികൾക്ക് കൂട്ടിക്കൊടുക്കാനല്ല. തികട്ടി വന്ന ദേഷ്യം കടിച്ചിറക്കി തിലകൻ പുറത്തു കടന്നു. ടോണി മാത്യുവിന് ഒരു ഫോൺ കോൾ. DIG സേതുമാധവൻ പറഞ്ഞു. ടോണി വന്ന് റിസീവർ വാങ്ങി. ഹലോ, നാർക്കോട്ടിക് സൂപ്രണ്ട് ടോണി മാത്യു അല്ലേ? അതെ, നിങ്ങൾ ആരാണ്? അതിനിവിടെ പ്രസക്തിയില്ല സുഹൃത്തെ. ഒരു പ്രധാന വിവരം പറയാനാണ് വിളിച്ചത്. വെട്ടിക്കൽ മൈൽസിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ടാങ്കർ ലോറിയിൽ കോടികൾ വിലമതിക്കുന്ന ബ്രൗൺ ഷുഗർ പാക്കറ്റ് ഉണ്ട്. വേഗം ചെന്നാൽ തങ്ങൾക്ക് അവരെ പിടികൂടാം. അനോണിമസ് കോളാണെന്ന് കരുതി ആ ദ്രോഹികളെ രക്ഷപ്പെടുത്തരുത്. താങ്കൾ ആരാണ് മിസ്റ്റർ? നമ്മുടെ രാജ്യത്തെ ഭാവി വാഗ്ദാനങ്ങൾ മയക്കുമരുന്നതിന് അടിമപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാൻ കഴിയാത്ത ഒരു പൗരൻ. യെസ്, ഐ ആം സിറ്റിസൺ ഓഫ് ഇന്ത്യ. ലൈൻ ഡിസ്കണക്ട് ആയി. ആരാ ടോണി? DIG തിരക്കി. ടോണി വിവരം പറഞ്ഞു. എങ്കിൽ ഫോഴ്സുമായി ഉടൻ പുറപ്പെടുക. ബി ക്വിക്ക്. ടോണി മാത്യു ഉടൻ തന്നെ കർമ്മനിരതനായി. പോലീസ് സന്നാഹത്തോടെ വെട്ടിക്കൽ വൈൻസിലേക്കുള്ള ടാങ്കർ ലോറി തടഞ്ഞു. എന്താ സർ? ഡ്രൈവർ തിരക്കി. പരിശോധിക്കണം. ക്യാരി ഓൺ. ടോണി സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. പക്ഷെ അവർക്ക് മയക്കുമരുന്ന് കണ്ടെത്താനായില്ല. പെട്ടെന്നാണ് ടോണിക്കൊരു ബുദ്ധി ഉദിച്ചത്. നീളമുള്ള ഒരു വടിയുമായി അദ്ദേഹം ടാങ്കറിന്റെ മുകളിൽ കയറി. എന്നിട്ട് അടപ്പ് തുറന്ന് വടി താഴേക്കിറക്കി കുത്തി നോക്കി. സ്പിരിറ്റിനടിയിൽ നനയാത്ത പാക്കറ്റുകളിൽ നിറച്ച ബ്രൗൺ ഷുഗർ അദ്ദേഹം കണ്ടെത്തി. കറിയാച്ച, ഉടനെത്തണം, കുഴഞ്ഞു. മാണിച്ചന്റെ ഫോൺ വന്നതും കറിയാച്ചുളക്കാടൻ പുറപ്പെട്ടു. എന്താടോ? വെട്ടിക്കൽ വൈൻസിലെത്തിയ കറിയാച്ചൻ പരിഭ്രാന്തനായ മാണിച്ചനോട് തിരക്കി. നമ്മുടെ ടാങ്കർ ലോറി ടോണി മാറ്റി പിടിച്ചു. അതിൽ നിന്നും ബ്രൗൺ ഷുഗർ പാക്കറ്റ് കണ്ടെടുത്തു. കർത്താവെ, ചതിച്ചോ? ഞാനൊന്ന് DSP തിലകനെ വിളിക്കട്ടെ? വിളിച്ച പ്രയോജനമില്ല, ഇത് വകുപ്പ് വേറെയാ. എന്നാൽ ഹോം മിനിസ്റ്ററെ വിളിക്കാം. കറിയാച്ചൻ തിലകനെ കണ്ട് സംസാരിച്ചു. ടോണി മാറ്റി ഒരു ചൂടന, ഒരു രക്ഷയുമില്ല. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഡ്രൈവർ ഒന്നും മിണ്ടരുത്. താൻ പറഞ്ഞു വരുന്നത്, താൻ ഉദ്ദേശിച്ചത് തന്നെ, തട്ടിക്കളയണം, ചെവി അറിയാതെ. അത് ഞാനേറ്റു, താൻ ധൈര്യമായിട്ടിരി. തിലകന്റെ വിരൽ ഫോണിന്റെ ചില നമ്പറുകളിൽ അമർന്നു. ടാങ്കറിന്റെ ഡ്രൈവറുമായി ടോണി മാത്യുവിന്റെ ജിപ്സി കുതിച്ചത് നാർക്കോട്ടിക് ഓഫീസിലേക്കായിരുന്നു. കുറച്ചു നേരമായി തന്റെ ജിപ്സിയെ ഒരു ജീപ്പ് പിന്തുടരുന്നത് റിവ്യൂ മിററിലൂടെ ടോണി കാണുന്നുണ്ടായിരുന്നു. ഒരു ബസ്സിന് സൈഡ് കൊടുക്കുമ്പോൾ ജിപ്സിയുടെ സ്പീഡ് കുറഞ്ഞു. ആ സമയം പിന്നിൽ വന്ന ജീപ്പിൽ നിന്നും ഒരു വെടി പൊട്ടി. ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ തലയ്ക്ക് പിറകിൽ ബുള്ളറ്റ് തുളഞ്ഞു കയറി. ചീറ്റിത്തെറിച്ച രക്തം ടോണിയുടെ മുഖത്ത് വീണു. ഒന്നും ഞരങ്ങുക പോലും ചെയ്യാതെ ഡ്രൈവർ മരിച്ചു വീണു. ടോണി ജിപ്സി നിർത്തി. പിന്നാലെ വന്ന ജീപ്പ് തിരിച്ചുപോയി. ഡാമിറ്റ്, അദ്ദേഹം നിരാശയോടെ പുറപുറത്തു. തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. വിവരമറിഞ്ഞ മാണിച്ചൻ കറിയാച്ചനോട് പറഞ്ഞു. അപ്പോൾ ടോണി മാത്യു വെട്ടിക്കൽ വൈൻസിലേക്ക് കയറി വന്നു. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ടാങ്കർ ലോറി വെട്ടിക്കൽ വൈൻസിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവന്നതല്ലേ? അയ്യോ സർ, അത് ഞങ്ങളുടെ ലോറിയല്ല. സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. രൂക്ഷമായി അവരെ ഒന്ന് നോക്കിയ ശേഷം ടോണി ചെന്ന് ജിപ്സിയിൽ കയറി. മയക്കുമരുന്ന് റാക്കറ്റിലുള്ളവർ പോലീസിന്റെ ചലനം മണത്തറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ബോംബെയിലെ മസ്താൻ അലിയുടെ ആളുകളായിരിക്കണം ഇതിനു പിന്നിൽ. അതാണ് കാസിം ഷായുടെ ആഗമനം സൂചിപ്പിക്കുന്നത്. പക്ഷേ അവരുടെ ഇവിടുത്തെ കാരിയർ ആരാണെന്ന് കണ്ടെത്തിയാൽ പകുതി ജയിച്ചു. അപ്പോൾ മറ്റൊരു കാര്യം ടോണിക്ക് ഓർമ്മ വന്നു. തനിക്ക് ഇൻഫർമേഷൻ ചെയ്തത് ആരായിരിക്കും? എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഡ്രൈവർ നല്ലൊരു തെളിവായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ലില്ലി പ്രസവിച്ചു. ആൺകുട്ടി. ഫോണിൽ വിവരം അറിഞ്ഞ സൈമൺ സന്തോഷിച്ചു. മാണിച്ചൻ മരുമകനെ സ്വീകരിച്ചു. ഡാഡി, നമ്മുടെ ടാങ്കർ ലോറി പിടിപ്പിച്ചത് ആരാണെന്ന് വിവരം വല്ലതും കിട്ടിയോ? ഇല്ല, പക്ഷെ ഒരു സംശയമുണ്ട്. ആരെ? കൈലാസ്നാഥ് ചെട്ടിയാരെ. ചെട്ടിയാർ നഗരത്തിൽ എത്തിയിട്ടുണ്ടെന്നൊരു ശ്രുതിയുണ്ട്. ചെട്ടിയാർ എന്തിനാ നമ്മളെ ഒറ്റണം? ചെട്ടിയാരും മസ്താൻ അലിയും കീരിയും പാമ്പും പോലെയാ. മസ്താനിൽ നിന്നുമാണ് ചരക്ക് നമുക്ക് കിട്ടുന്നത്. ചെട്ടിയാർ എത്തിയിട്ടുണ്ടെങ്കിൽ മസ്താൻ അലി ഒന്ന് ആലോചിച്ചിട്ട് ഇറങ്ങി പുറപ്പെടും. അപ്പോൾ മാണിച്ചന്റെ ഫോൺ കരഞ്ഞു. അദ്ദേഹം റിസീവർ എടുത്തു.
താങ്കളെ എനിക്ക് അത്യാവശ്യമായി കാണണം. ഞാൻ ഹോട്ടൽ ഷെറാട്ടണിൽ ഉണ്ടാവും. ആരാണ് നിങ്ങൾ? അറിയില്ലേ? കൈലാസനാഥ് ചെട്ടിയാർ. മാണിച്ചൻ നടുങ്ങിപ്പോയി. ആ ചെകുത്താന് 100 ആയുസ. റിസീവർ ക്രാഡലിൽ വെച്ചുകൊണ്ട് മാണിച്ചൻ പറഞ്ഞു. ചെട്ടിയാരാ, എന്നെ അത്യാവശ്യമായി കാണുമെന്ന്. ഹോട്ടൽ ഷെറാട്ടണിൽ. ഞാനും വരാം. വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. മാണിച്ചൻ തന്റെ പുതിയ ടാറ്റ എസ്റ്റേറ്റ് ഡ്രൈവ് ചെയ്ത് ഹോട്ടൽ ഷെറാട്ടണിലേക്ക് പോയി. എന്തിനായിരിക്കും ചെട്ടിയാരെ തന്നെ കാണണമെന്ന് പറഞ്ഞത്? മാണിച്ചൻ ഹോട്ടലിലെ VIP സ്യൂട്ടിൽ എത്തുമ്പോൾ ചെട്ടിയാർ കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കും മിസ്റ്റർ മാണിച്ചൻ. ഹിന്ദി ചുവയുള്ള മലയാളത്തിൽ ചെട്ടിയാർ പറഞ്ഞു. എന്നോട് വരാൻ പറഞ്ഞത്? പറയാം. ചെട്ടിയാർ ഒരു ചുരുട്ടെടുത്ത് അടിയിൽ ദ്വാരമിട്ട് ലൈറ്റർ ഉരച്ച് മുട്ടിച്ചു. താങ്കൾ മസ്താൻ അലിയുമായുള്ള ബിസിനസ് നിർത്തണം. ഞാൻ തരാം ചരക്ക്, കൂടുതൽ കമ്മീഷനും. എന്തു പറയുന്നു? എനിക്ക് ഇവിടെ ഒരു കാരിയർ വേണം. അത് നിങ്ങൾ തന്നെ ആകട്ടെ. ഓഹോ, അപ്പോ അതിനാണ് താങ്കൾ ടാങ്കർ പിടിപ്പിച്ചത്? ഞാനല്ല, എന്റെ ചുണക്കുട്ടികൾ. കറ പിടിച്ച പല്ല് പുറത്തു കാണിച്ച് ചെട്ടിയാർ ചിരിച്ചു. എനിക്കൊന്ന് ആലോചിക്കണം. മറ്റന്നാൾ രാത്രി വരെ സമയം തരാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു കാർഡ് ചെട്ടിയാർ മാണിച്ചന് നൽകി. കറിയാച്ചനോട് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ടാണ് ചെട്ടിയാരോട് ആലോചിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത്. പൊയ്ക്കോ. ചെട്ടിയാരുമായുള്ള ബന്ധം എന്തുകൊണ്ടും നല്ലതാണെന്ന് മാണിച്ചന് തോന്നി. ഏതായാലും കറിയാച്ചന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടാകാം. പിറ്റേന്ന് രാവിലെ മാണിച്ചൻ പവിഴക്കൊട്ടാരത്തിലെത്തി. തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കറിയാച്ചൻ അയാളെ കൊണ്ടുപോയി. റീത്തെ. ആ വിളി മനസ്സിലാക്കി അവൾ മദ്യക്കുപ്പികളും ഗ്ലാസുമായി വന്നു. ലില്ലിയും കുഞ്ഞും സുഖമായിരിക്കുന്നോ? ആ, സൈമൺ അവിടെ ഉണ്ട്. രാത്രി വിളിച്ചിരുന്നു. കറിയാച്ച, ഒരു പ്രധാന കാര്യമുണ്ട്, മുഖവരിയോടെ മാണിച്ചൻ പറഞ്ഞു. എന്നിട്ട് ചെട്ടിയാർ പറഞ്ഞ കാര്യം കറിയാച്ചനെ ധരിപ്പിച്ചു. കൂടുതൽ കമ്മീഷൻ കിട്ടുമെങ്കിൽ ചെട്ടിയാരുമാര് ഇടപാട് നടത്താം. എനിക്ക് സമ്മതം. പക്ഷെ ആ ടോണി മാത്യു മണം പിടിച്ചു നടക്കുന്ന പോലീസ് നായ, അവന്റെ കണ്ണിലെങ്ങാനും മുമ്പത്തെ പോലെ ചെന്ന് ചാടിയാൽ ഊരിപ്പോണൊന്നും വരില്ല. ആ, ഞാൻ മാത്തനെയും മറ്റും വിട്ടുതരാം. എല്ലാം മാണിച്ചനങ്ങ് ചെയ്താൽ മതി. ശരി, ഞാൻ ചെട്ടിയാരെ വിളിച്ച് ഓക്കെ ആണെന്ന് അറിയിക്കാം. മാണിച്ചൻ യാത്ര പറഞ്ഞു. എന്നാൽ രാത്രി ആ വാർത്ത അറിഞ്ഞ മാണിച്ചൻ ഞെട്ടിപ്പോയി. കൈലാസനാഥ ചെട്ടിയാർ കൊല്ലപ്പെട്ടു. പിറ്റേന്ന് രാവിലത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത അതായിരുന്നു. അധോലോക രാജാക്കന്മാർ തമ്മിൽ നടത്തിയ ചോരക്കളിയുടെ അന്ത്യം. പത്രങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ ചമച്ചു. രവീന്ദ്ര ജെയിനും സംഘവും കൈലാസനാഥും സംഘവുമായി ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ രണ്ടു ഭാഗത്തെയും കുറെ ആളുകൾ മരിച്ചു. ആ കൂട്ടത്തിൽ രവീന്ദ്ര ജെയിനിന്റെ വലം കൈയായിരുന്ന മസ്താൻ അലിയും ഉണ്ടായിരുന്നു. രവീന്ദ്ര ജെയിൻ തന്റെ താവളത്തിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു. ഇനി അധോലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവ് ഈ ഞാൻ, രവീന്ദ്ര ജെയിൻ. ചെട്ടിയാരുടെ മരണം മൂർത്തിയെ തളർത്തി. ചെട്ടിയാർ വാങ്ങിക്കൊടുത്ത ജയ്പൂർ കാലുകൾ വെച്ച് മൂർത്തി നടക്കാൻ തുടങ്ങിയിരുന്നു. ഇനി ഞങ്ങളുടെ ബോസ് മൂർത്തി സാറാണ്. ബോസിന്റെ കസേര വെറുതെ കിടക്കുകയാണ്. കൂടെ ഞങ്ങളും ഉണ്ട്. ചെട്ടിയാരുടെ വലങ്കൈ ഭദ്രം പറഞ്ഞു. ബോസിനെ കൊന്ന രവീന്ദ്ര ജെയിനെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം. അതിന് മൂർത്തി സാബിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. അവൻ തുടർന്നു. മൂർത്തി 2 നിമിഷം ആലോചിച്ചു. അവർ പറയുന്നത് നേരാണ്. രവീന്ദ്ര ജെയിനോട് പകരം വീട്ടണം. എന്നിട്ട് വേണം നാട്ടിലെത്താൻ. ചൂളക്കാടന്മാരെ വീഴ്ത്തണം. അതിന് ശക്തി സമാഹരിക്കണം, പണവും. അങ്ങനെ ചെട്ടിയാരുടെ കസേരയിൽ മൂർത്തിയിരുന്നു. രവീന്ദ്ര ജെയിന്റെ നീക്കങ്ങൾ ഓരോന്നും തന്ത്രപൂർവ്വം അവർ തകർക്കാൻ തുടങ്ങി. ചെട്ടിയാർക്ക് പകരം കരുത്തനായ ഒരു എതിരാളി വളരുന്നു വരുന്നത് രവീന്ദ്ര ജെയിൻ ഞെട്ടലോടെ അറിഞ്ഞു. പരസ്യമായും രഹസ്യമായും അവർ ഇടയ്ക്കെല്ലാം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം വിജയം മൂർത്തിയുടെ ഭാഗത്തായിരുന്നു. അങ്ങനെ മൂർത്തി വളരുകയായിരുന്നു. അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു മലയാളം പത്രത്തിൽ നിന്നുമാണ് മൂർത്തി ആ സത്യം അറിഞ്ഞത്. ജോബ് ഡിസൂസ ജയിലിലാണ്. കറിയ ചുള്ളക്കാടന്റെ ഭാര്യയെ അവൻ കുത്തിക്കൊന്നുവെന്നത് പ്രതി കുറ്റം സമ്മതിച്ചു. ജീവപര്യന്തം കഠിന തടവ്. പക്ഷെ മൂർത്തിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജോബിനെ തനിക്കറിയാം, ഒരിക്കലും അവനത് ചെയ്യില്ല. സ്വന്തം പിതാവിനെ ചുള്ളക്കാടന്റെ ഗുണ്ടകൾ പട്ടിയെ പോലെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നതിന്റെ ദുഃഖം നെഞ്ചിലേറ്റി നടന്നവൻ. ജോബിനെ രക്ഷിക്കണം, സത്യാവസ്ഥ അറിയണം. എന്നിട്ട് വേണം അടിമുതൽ തുടങ്ങാൻ. ചോര കൊണ്ടുള്ള കണക്കുകൾക്ക് മറുപടി ചോര കൊണ്ട് പലിശ അടക്കം. അതിനുവേണ്ടിയുള്ള ശ്രമം മൂർത്തി തുടങ്ങി. തന്റെ മാരുതി ജിപ്സി ഒരു പെട്രോൾ ബങ്കിലിട്ട് പെട്രോൾ അടിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു നാർക്കോട്ടിക്കൽ SP ടോണി മാത്യു. അപ്പോഴാണ് എതിർഭാഗത്തുള്ള ഹോട്ടൽ ഷെറാട്ടന്റെ കോമ്പൗണ്ടിലേക്ക് ഒരു കാർ കയറി പോകുന്നത് കണ്ടത്. വെറുതെ ശ്രദ്ധിച്ചു. കാറിൽ നിന്നും സൈമൺ ചുളക്കാടൻ ഇറങ്ങി.
പിന്നാലെ ഇറങ്ങിയ കാസിം ഷായെ കണ്ട് ടോണി അമ്പരന്നു. ഹോട്ടലിലെ VIP സ്യൂട്ടിൽ വാളാടി മാത്തനും ലാസറും വില്യംസും സൈമണും കാസിം ഷായെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഇരുവരും അകത്തേക്ക് കയറി വന്നു. ഒരു സദ്യക്കുള്ള വട്ടങ്ങൾ മാത്തനും സംഘവും ഒരുക്കി വെച്ചിരുന്നു. കാസിം ഷാ കയ്യിലിരുന്ന ലെതർ ബാഗ് തുറന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബ്രൗൺ ഷുഗർ പാക്കറ്റുകൾ എടുത്ത് പുറത്തു വെച്ചു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടി. വാളാടി മാത്തൻ ചെന്ന് വാതിൽ തുറന്നു. മുമ്പിൽ പോലീസ് സംഘത്തെ കണ്ട് അവർ ഞെട്ടി. തൊണ്ടി സാധനത്തോടെ ടോണി മാത്യു എല്ലാവരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി. രക്ഷപ്പെടാൻ പഴുതുകൾ ആലോചിക്കുകയായിരുന്നു കാസിം ഷായും സൈമണും. പോലീസ് ഇപ്പോ ഒരു പാലത്തിലെത്തിയതും മുമ്പിൽ ബ്ലോക്ക് ആയതുകൊണ്ട് നിന്നു. ആ തക്കത്തിന് സൈമൺ പാലത്തിൽ നിന്നും എടുത്ത് പുഴയിലേക്ക് ചാടി. ടോണി മാത്യു തോക്കെടുത്ത് വെടിവെച്ചു. അപ്പോൾ കാസിം ഷാ ചാടി തോക്ക് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അയാൾ നിർത്തിയിട്ട വാഹനങ്ങൾക്കിടയിലൂടെ കത്തിച്ചുവിട്ട വാണം പോലെ ഓടി. പിന്നാലെ തോക്കെടുത്തുകൊണ്ട് ടോണി മാത്യു. ഒടുവിൽ ടോണിയുടെ തോക്ക് ശബ്ദിച്ചു. വലതു തുടയിൽ വെടിയേറ്റ് കാസിം ഷാ ഒരു കാറിന്റെ ബോണറ്റിലേക്ക് വീണു. പിന്നെ ഉരുണ്ട് നിലത്ത് വീണു. ടോണി അവനെ പൊക്കി. കഴിവരുടെ മോനെ, ചുട്ടുകളയും. ആ തക്കത്തിന് സൈമൺ രക്ഷപ്പെട്ടു. സൈമൺ സിംഗപ്പൂരിലുള്ള അങ്കിളുമായി ബന്ധപ്പെട്ടു. ഒരാഴ്ച ഒഴിവിൽ കഴിഞ്ഞു. പിന്നെ സിംഗപ്പൂരിലേക്ക് പോയി. വളരെ രഹസ്യമായി. നീണ്ട 6 വർഷങ്ങൾ കടന്നുപോയി. മൂർത്തി എന്ന് കേട്ടാൽ അധോലോകം നടുങ്ങി വിറയ്ക്കും. അത്രയ്ക്കും അയാൾ വളർന്നു കഴിഞ്ഞിരുന്നു. തിരിച്ചടിക്കുള്ള സമയമായെന്ന് മൂർത്തിക്ക് തോന്നി. അതിനു വേണ്ടുന്ന പദ്ധതികൾ ആദ്യം ആവിഷ്കരിച്ചു. നാട്ടിൽ ഒരു ബംഗ്ലാവും സ്ഥലവും വാങ്ങി. ഒളിച്ചു താമസിക്കാൻ പറ്റിയ താവളം. പിന്നെ രഹസ്യമായി അങ്ങോട്ട് മാറി. ഇതിനിടയിൽ കാജലിനെ കൊള്ളാവുന്ന ഒരുത്തന് കല്യാണം കഴിച്ചു കൊടുത്തു. അവർ രാമവർമ്മയുടെ ഫ്ളാറ്റിൽ താമസമാക്കി. നാട്ടിലെത്തിയ മൂർത്തി കറിയാച്ചോളക്കാടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നന്നായി പഠിച്ചു. കറിയാച്ചൻ വളർന്നു പന്തലിച്ചു കഴിഞ്ഞിരുന്നു. നഗരത്തിൽ 2-3 സിനിമാ തിയേറ്ററുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, 3-4 മദ്യ ഷോപ്പുകൾ, 2 ബസ്, കൂടാതെ രവീന്ദ്ര ജെയിനിന്റെ ആളുകളുമായി കള്ളക്കടത്ത് ബിസിനസ്സും. ആദ്യം ജോബ് ഡിസൂസയെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് വേണം ചതുരംഗം തുടങ്ങാൻ. വിജയം തങ്ങളുടെ പക്ഷത്തായിരിക്കും. സൈമൺ സിംഗപ്പൂരിലാണുള്ളതെന്ന് മൂർത്തിക്ക് മനസ്സിലായി. അവിടെ നിന്നും അവനെ ഇവിടെ വരുത്തണം. മൂർത്തി ഉറച്ചു. മൂർത്തിയുടെ പ്ലാൻ പ്രകാരം ഭദ്രനും സംഘവും ജോബിനെ ജയിൽ ചാടാൻ സഹായിച്ചു. മഴ തീർത്തും മാറിയിരുന്നു. ജോബ്, നമ്മളെത്തി, ഇറങ്ങുന്നില്ലേ? ഭദ്രന്റെ ശബ്ദമാണ് ജോബ് ഡൂസയെ ഓർമ്മകളിൽ നിന്നും മടക്കിക്കൊണ്ടുവന്നത്. വാൻ മൂർത്തി അങ്കിളുടെ വീടിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഭദ്രനും പീറ്ററും നാസറും ബഷീറും ഇറങ്ങി. ഏറ്റവും ഒടുവിലാണ് ജോബ് ഇറങ്ങിയത്. അവൻ തറയിൽ ചവിട്ടുമ്പോൾ ഷൂവിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകി. ഇരുളിന്റെ നിശബ്ദതയിൽ അവരുടെ കാലടികൾ ഗർജനങ്ങളായി. വീൽ ചെയറിൽ ചുരുട്ടും കടിച്ചു പിടിച്ചുകൊണ്ട് ഉറങ്ങാതെ അവരെ കാത്തിരിക്കുകയായിരുന്നു മൂർത്തി. ജോബ്, നിനക്ക് റോബർട്ടിനെ കൊല്ലാൻ സാധിച്ചില്ല അല്ലേ? അതെ അങ്കിൾ. കാരണം ഒരിക്കൽ നിന്റെ പ്രിയപ്പെട്ടവളായിരുന്ന ലിസിയായിപ്പോയി അവന്റെ ഭാര്യ, അല്ലേ? ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ്. നീ കണ്ടറിയട്ടെ എന്ന് കരുതി പറഞ്ഞില്ലെന്ന് മാത്രം. അവനെ കൊല്ലാഞ്ഞത് നന്നായി. അവനിലൂടെ വേണം നമുക്ക് ചില കാര്യങ്ങൾ തെളിയിക്കാൻ. അവസരം ഇനിയും വരും. പകൽ മുഴുവൻ ജോബ് ഡിസൂസ കിടന്നുറങ്ങി. SP തിലകനും റോയി തോമസും തനിക്ക് വേണ്ടി വല വിരിച്ച് കാത്തിരിക്കുകയാണെന്ന് അവനറിയാമായിരുന്നു. ചൂളക്കാടൻ അതിനായി പണം വാരിയെറിയുന്നുമുണ്ടാകും. ഹോം മിനിസ്റ്റർ ഗോവിന്ദൻ കാട്ടുനിലം അവന്റെ പഴയ ചിരിനക്കിപ്പട്ടിയല്ലേ. അതിൽ കൂടുതൽ പിൻവലം എന്തു വേണം? കിടന്നുകൊണ്ട് ജോബ് ഭിത്തിയിലേക്ക് നോക്കി. അവിടെ ഒരു കലണ്ടർ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. നാളെ സെപ്റ്റംബർ 13. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ആ തീയതിയിൽ തറഞ്ഞു നിന്നു. തന്റെ ഡാഡി മരിച്ച ദിവസം. ഡാഡിയുടെ ഓർമ്മകളിൽ ജോബിന്റെ മിഴികൾ നിറഞ്ഞു. പോകണം, കടപ്പുറത്തെ പള്ളി സെമിത്തേരിയിൽ പോകണം. തനിക്ക് വിജയം വരിക്കാൻ ശക്തി തരണമെന്ന് ഡാഡിയോട് പ്രാർത്ഥിക്കണം. ജോബ് ഉറച്ചു. രാവിലെ റോബർട്ട് ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ കരഞ്ഞത്. ലിസി, ആരാണെന്ന് നോക്ക്. ലിസി ചെന്ന് വാതിൽ തുറന്നു. ഒരു പുരോഹിതനായിരുന്നു. റോബർട്ടില്ലേ? ഉണ്ടല്ലോ, കയറിയിരിക്കുക. നിറച്ച് താടിയും മുടിയുമുള്ള അച്ഛൻ അകത്ത് കയറിയിരുന്നു. ഇപ്പൊ വരും, ചായ കഴിക്കുക. ലിസി അകത്തേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റോബർട്ട് വന്നു. അച്ഛോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവൻ കൈകൂപ്പി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ മനസ്സിലായില്ലല്ലോ. ഏതാ? ഞാൻ ഫാദർ ലില്ലിപ്പറമ്പൻ, ഇവിടെ അടുത്തുള്ള പാരഡൈസ് ഓർഫനേജിന്റെ മാനേജർ. ഞങ്ങൾ പുതിയൊരു കെട്ടിടം കൂടി പണിയുന്നുണ്ട്. അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
ചെറിയൊരു സംഭാവന കിട്ടിയാ നന്നായിരുന്നു. ഓ, അതിനെന്താ ഫാദർ, ഒരു മിനിറ്റ്. റോബർട്ട് അകത്തേക്ക് പോയി. ലിസി ഒരു കപ്പ് ചായയുമായി വന്നു. ഫാദർ, ചായ കഴിക്കുക. മോളെ എവിടെയാ? ഞാൻ കറിയാച്ചോളക്കാടന്റെ മകളാ. ഓ, ലിസി. ഫാദർ എന്നെ അറിയുമോ? അവൾക്ക് എന്തോ പന്തികേട് തോന്നി. പിന്നെ അറിയാതെ. അപ്പോഴേക്കും റോബർട്ട് പണവുമായി വന്നു. രസീത് ബുക്ക് എടുക്കാനെന്ന വ്യാജേന അച്ഛൻ ലോഹയുടെ പോക്കറ്റിൽ കൈകടത്തി. റോബർട്ട്! അച്ഛന്റെ ശബ്ദം മാറിയതറിഞ്ഞ് അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ഫാദർ ലില്ലിപ്പറമ്പന്റെ കയ്യിൽ ഓട്ടോമാറ്റിക് റിവോൾവർ. അത് കണ്ട് ലിസി ഞെട്ടിപ്പോയി. കരയാൻ വാ തുറന്നതും ഫാദർ പറഞ്ഞു, ആര് ശബ്ദിച്ചു പോകത്ത്, ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ. അതും പറഞ്ഞ് തലയിലെ വിഗ് എടുത്ത് മാറ്റി. ജോബിച്ചൻ. അറിയാതെ ലിസി മന്ത്രിച്ചു പോയി. റോബർട്ട് സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. സത്യം പറയടാ, ലിസിയുടെ മമ്മിയെ കൊന്നത് ആരാണ്? എല്ലാം നിനക്കറിയാം. ജോബ് റിവോൾവറിന്റെ ബാരൽ ചലിപ്പിച്ചു. അത് റോബർട്ട് വിറച്ചു. പറയടാ, ഇല്ലെങ്കിൽ നിന്റെ ശവം ഇവിടെ വീഴും. പറയാം, എന്നെ കൊല്ലരുത്. മമ്മിയെ കൊന്നത് DSP തിലകനാണ്. ലിസിയും ജോബും അത് കേട്ട് ഞെട്ടിപ്പോയി. ഡാഡിയെ കാണാൻ ബംഗ്ലാവിൽ വന്ന തിലകൻ മമ്മിയെ കയറി പിടിച്ചു. അതിനിടയിലാണ് മരണം നടന്നത്. ഇതൊന്നും അറിയാതെ അവിടെ വന്ന ഞാൻ കൊലയാളിയുമായി അല്ലേ? തിലകന് നീയും കളി കളിച്ചു. ചൂളക്കാരന് സത്യം അറിയാമായിരുന്നു? ഇല്ല. പ്രിൻസിമോളെ കൊല്ലാൻ നിനക്കും പങ്കില്ലായിരുന്നു? റോബർട്ട് തല താഴ്ത്തി. നിനക്കിനി മാപ്പില്ല, നടക്ക്. ജോബ് റിവോൾവർ അവന്റെ പുറത്ത് മുട്ടിച്ചു. ലിസി ഒന്നും മനസ്സിലാകാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. പുറത്തു നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ റോബർട്ടിനെ കയറ്റി. അത് മുമ്പോട്ട് കുതിച്ചു. റോബർട്ടിനെയും കൊണ്ട് ജോബ് മൂർത്തിയുടെ താവളത്തിലെത്തി. ഇതാര്? ചൂളക്കാടന്റെ മരുമകനോ? ഡോക്ടർ റോബർട്ട്. എനിക്ക് വന്ന പകരക്കാരൻ ചൂളക്കാടന്റെ ബന്ധുവായി. കൊള്ളാം, തുടക്കം നന്നായിരുന്നു. പക്ഷേ ഒടുക്കം അതല്പം ട്രാജഡിയാണ്. തനിക്കിനി രക്ഷയില്ല. മരണമാണ് മുന്നിൽ പല്ലിളിച്ചു നിൽക്കുന്നത്. ഒരിക്കൽ കൂടി പഴയ കഥകൾ റോബർട്ട് ആവർത്തിച്ചു. മൂർത്തി അവന്റെ സംസാരം ടേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സത്യമല്ലേ? മൂർത്തി റോബർട്ടിനോട് ചോദിച്ചു. അതെ. അവൻ തലകുഴിച്ചു. കൊഴുവയുടെ മോനെ. മൂർത്തിയുടെ കൃത്രിമക്കാൽ ഒരു ഉൽക്ക പോലെ റോബർട്ടിന്റെ നെഞ്ചിൽ പതിച്ചു. എന്നെ രക്ഷിക്കണം. മരണത്തിന്റെ സ്പർശനം അറിഞ്ഞ് അവൻ കൈകൂപ്പി. നിന്നെയോ? ഇതുപോലെയല്ലേ ഒരു പാവം പെണ്ണ് കൈകൂപ്പിയത്? നീ ഇത് കേട്ടോ? ഓർക്കുന്നില്ലായിരിക്കും. എങ്കിൽ ഞാൻ പറയാം. പ്രിൻസി, ഇവന്റെ പൊന്നു പെങ്ങൾ. ഞാനല്ല, തിലകനും സൈമണും ഉണ്ട്. അവൻ വിക്കി. അറിയാം, അവർക്കുള്ളത് പിന്നാലെ ഉണ്ട്. വീണ്ടും അടിയേറ്റ റോബർട്ട് തെറിച്ചു വീണു. ജോബ് ഡിസൂസ റോബർട്ടിനെ കൊണ്ടുപോയത് SP തിലകൻ അറിഞ്ഞു. അയാൾ വിറയ്ക്കാൻ തുടങ്ങി. മെസ്സേജുകൾ പാസ് ചെയ്തു. പോലീസ് അടങ്ങിയിരുന്നില്ല. കറിയാച്ചോളക്കാടന്റെ തെറി കേൾക്കാൻ പറ്റാത്ത തിലകൻ റിസീവർ എടുത്ത് താഴെ വെച്ചു. അടുത്ത ദിവസം രാവിലെ കടൽ തീരത്ത് ഒരു ശവം കാണപ്പെട്ടു. ആളുകൾ ഓടിക്കൂടി. SP തിലകനും സംഘവും പാഞ്ഞു വന്നു. തിലകൻ ആ ശവം തിരിച്ചറിഞ്ഞു. പരിക്കുകളേറ്റ് വികൃതമായ ഡോക്ടർ റോബർട്ടിന്റെ ശവം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് തിലകൻ ഭാര്യയുമായി സംസാരിക്കുകയായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ, സുമിത്ര പറഞ്ഞു. നീ പേടിക്കാതെ. ഒരു പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിൽ പെട്ടെന്ന് ആരും കടന്നു വരില്ല. എനിക്കതല്ല, കെട്ടുപ്രായമായൊരു പെങ്കൊച്ചുണ്ട്. അതിന്റെ കാര്യം ഓർത്തിട്ടാ പേടി. ഞാനല്ലേ ഇന്ന് അവളെ കോളേജിൽ വിടുന്നത്. വൈകുന്നേരം ഡ്രൈവർ കൂട്ടിക്കൊണ്ടുവരും. പിന്നെന്ത് പേടിക്കാനാ? എന്നാലും അതെന്നാലും ഇല്ല. വാ, കിടന്നുറങ്ങാം. മോള് കിടന്നോ? ഇല്ല, പഠിക്കുന്നു. ഇരുവരും അകത്തേക്ക് പോയി. റോബർട്ടിന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും സൈമൺ വരുമെന്ന് കരുതി. പക്ഷെ അവൻ വന്നില്ല. മൂർത്തി പറഞ്ഞു, പഴയ കേസ് കാണുമായിരിക്കും. ഏയ്, ടോണി മാത്യു സ്ഥലം മാറിയതോടെ കറിയാച്ചൻ ഇടപെട്ട് കേസ് തേച്ചു മാച്ചു കളഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോഴും ചെയ്യില്ല. ഒരു പക്ഷെ ഞാൻ ജയിൽ ചാടിയത് അറിഞ്ഞിട്ടാവുമോ? സാധ്യതയുണ്ട്. ഏതായാലും സ്വന്തം തന്ത ചത്തെടുക്കുമ്പോ വരാതിരിക്കുമോ? നമുക്ക് നോക്കാം. ഇനി നമ്പർ 2 തിലകൻ. അതെ, അടുത്ത നറുക്ക് തിലകന്. അവന്റെ മകൾ ഏതു കോളേജിലാണ് പഠിക്കുന്നത്? മൂർത്തി തിരക്കി. വിമൻസ് കോളേജിൽ. ഭദ്രൻ പറഞ്ഞു. അവൾ ജീപ്പിനാണ് വരുന്നതല്ലേ? അതെ സബ്. രാവിലെ SP തന്നെ കൊണ്ടുവന്ന് വിടും. വൈകുന്നേരം ഡ്രൈവർ കൊണ്ടുപോകും. ഒരാലോചനയോടെ മൂർത്തി മൂളി.
പതിവ് പോലെ രാവിലെ മഞ്ജുവിനെ തിലകൻ ജീപ്പിൽ വിമൻസ് കോളേജിൽ ഗേറ്റിലിറക്കി. ഡാഡി, വൈകുന്നേരം അല്പം നേരത്തെ വണ്ടി വിടണേ. തിലകൻ തലകുലുക്കി. കോമ്പൗണ്ടിലേക്ക് അവൾ കയറിപ്പോയപ്പോൾ തിലകൻ ജീപ്പ് വിട്ടു. ഇത് മറ്റൊരു വണ്ടിയിലിരുന്ന് ചിലർ കാണുന്നുണ്ടായിരുന്നു. മഞ്ജു പറഞ്ഞു വിട്ടതുപോലെ വൈകുന്നേരം നേരത്തെ തന്നെ ജീപ്പ് എത്തി. മഞ്ജു വണ്ടിയിൽ കയറി. ഡ്രൈവർ മാറിയിരിക്കുന്നു. മറ്റേയാൾ എവിടെ? അവൾ ചോദിച്ചു. അവന്റെ കുട്ടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. തനിക്ക് പോകേണ്ട വഴിയിലൂടെയല്ല വണ്ടി ഓടുന്നതെന്ന് മനസ്സിലാക്കിയ മഞ്ജു കരയാൻ വാതുറന്നതും ഡ്രൈവറുടെ കയ്യിൽ തൂക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ മുരണ്ടു. ശബ്ദിക്കരുത്. അപ്പോൾ മഞ്ജുവിനെ സാധാരണ കൊണ്ടുപോകാറുള്ള ജീപ്പ് കോമ്പൗണ്ടിൽ വന്നു നിന്നു. മഞ്ജു എവിടെ? നേരത്തെ ഒരു പോലീസ് ജീപ്പ് വന്ന് കയറ്റിക്കൊണ്ടുപോയല്ലോ, അവളുടെ കൂട്ടുകാരി പറഞ്ഞു. അത് കേട്ടതും ഡ്രൈവർ തിലകനെ വയർലെസ്സിലൂടെ വിളിച്ച് വിവരം പറഞ്ഞു. ആ വാർത്ത കേട്ട് തിലകൻ നടുങ്ങി. പെട്ടെന്ന് എല്ലാ സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് പാഞ്ഞു. പോലീസ് ജീപ്പിൽ വരുന്നവരെയെല്ലാം ചെക്ക് ചെയ്യാൻ. അപ്പോൾ വിജനമായ സ്ഥലത്ത് ജീപ്പ് നിർത്തി ഡ്രൈവർ ഇറങ്ങി. എന്നിട്ട് പോലീസ് എന്നെഴുതിയ സ്റ്റിക്കർ വലിച്ചു പറിച്ച് കളഞ്ഞു. എന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? അവൾ അധൈര്യയാകാതെ ചോദിച്ചു. കൊല്ലാൻ. അതും പറഞ്ഞ് അയാൾ ജീപ്പ് മുമ്പോട്ടെടുത്തു. ജീപ്പ് ഒരു മലഞ്ചെരുവിൽ എത്തിയപ്പോൾ ഭദ്രൻ മാരുതി വാനുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. മഞ്ജുവിനെ വാനിലേക്ക് മാറ്റി. ജീപ്പിന്റെ ഡ്രൈവർ പോലീസ് വേഷം മാറ്റി സാധാരണ വേഷം ധരിച്ചു. പെട്ടെന്ന് വരണം, ഡ്രൈവറോട് അതും പറഞ്ഞ് മഞ്ജുവിനെയും കൊണ്ട് ഭദ്രൻ വാൻ വിട്ടു. SP തിലകന്റെ ഫോൺ ശബ്ദിച്ചു. മകളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയിക്കുമെന്ന് കരുതി അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. SP തിലകൻ? ഹലോ, തിലകനല്ലേ? മോള് എൻ്റെ അടുത്തുണ്ട്. കുറച്ച് കഴിയുമ്പോ പാഴ്സലായിട്ട് അയച്ചു തരാം. ഒരു ശവപ്പെട്ടി വാങ്ങി വെച്ചോ. യു ബ്ലഡി, ആരാടാ നീ? ചൂടാകാതെ സാറേ, പണ്ട് ഒരു പാവം പെണ്ണിന് നീയൊക്കെ കടിച്ചു കീറിയല്ലേ, അവളുടെ സഹോദരൻ. സാറിന്റെ മകളെ ഞങ്ങൾക്ക് അടിച്ചു കീറാൻ പോവുക. വരുന്നോ? ഷെയർ തരാം. നിർത്തടാ പട്ടിക്കഴുവരുടെ മോനെ, തിലകൻ അലറി. ചൂണയുണ്ടെങ്കിൽ നേരിൽ വാടാ. വരുന്നുണ്ട്, നേരിൽ കാണാം. സാറിനോട് ഒരാൾക്ക് സംസാരിക്കാനുണ്ട്, കൊടുക്കാം. പെട്ടെന്ന് മൂർത്തിയുടെ സ്വരം ഒഴുകി വന്നു. തിലകൻ, സുഖം തന്നെയല്ലേ? കറയാച്ചോളക്കാടന്റെ ഉച്ഛിഷ്ടം നോക്കിക്കൊണ്ട് എന്നെ കൊല്ലാൻ കൂട്ടുനിന്നു. പക്ഷേ ഞാൻ ജീവിച്ചു. നിന്നെപ്പോലുള്ള കൊടിച്ചി പട്ടികളെ വെടിവെച്ച് കൊല്ലാൻ. നിന്റെ മകളെ ഞങ്ങൾക്ക് വേണം. പകരം നിനക്ക് എന്തു വേണം? പറയ്, എത്രയാണ് നിന്റെ മകളുടെ വില? എന്റെ മോളെ ഒന്നും ചെയ്യരുത്, തിലകലിന്റെ പിതാവ് കരഞ്ഞു. ഛേ, ഡിപ്പാർട്ട്മെന്റിലെ അൽസേഷൻ നായ കരയുന്നത് മോശമാ. മകളുടെ ശവമടക്കിനുള്ള പണം തയ്യാറാക്കിക്കോ. മൂർത്തിക്ക് ഒന്നേ വാക്കുള്ളൂ. ഇനിയും കാണാം. ലൈൻ ഡിസ്കണക്റ്റ് ആയി. തലയ്ക്ക് കൈയും കൊടുത്ത് വിങ്ങുന്ന ഹൃദയവുമായി തിലകൻ കസേരയിലേക്ക് വീണു. ദൈവമേ, സുമിത്ര ഇതറിഞ്ഞ. തിലകന് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. രാവിലെ ഉറക്കമുണർന്ന തിലകൻ കണ്ടത് ഗേറ്റിങ്കിൽ ഇരിക്കുന്ന ഒരു നീണ്ട ഒരു പെട്ടിയാണ്. പിടയ്ക്കുന്ന മനസ്സോടെ തിലകൻ പാഞ്ഞു ചെന്നു. പിന്നാലെ സുമിത്രയും. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.